ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. ഒരു ലോഡ് സീരീസുകൾ ഒരുമിച്ച് അടുക്കി തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ഒടുക്കത്തെ സീരീസ് മാരത്തോണിൽ നിന്ന് ഒടുക്കം ഒരു സീരീസ് കഴിഞ്ഞിരിക്കുകയാണ്. ബോയ്സിന്റെ സീസൺ 5, ഡെയർ ഡെവിളിന്റെ സീസൺ 2, ഫ്രമിന്റെ സീസൺ 4, ഇൻവിൻസിബിളിന്റെ സീസൺ 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് സീരീസുകൾ അടുക്കി തള്ളിക്കൊണ്ട് അവിടെ നിന്ന് ഉടനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തത്തിലൊരു കൺഫ്യൂസിങ് സ്റ്റേജ് ആണ്, ഏത് കാണണം ഏത് കാണണ്ട എന്നുള്ളൊരു രീതിക്ക്. അക്കൂട്ടത്തിൽ നമ്മുടെ മോൺസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു മൊണാർക്കിന്റെ സീസൺ 2. മൊണാർക്കിന്റെ സീസൺ 1 തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മോൺസ്റ്റേഴ്സിന്റെ ആ ഒരു സെയിം ട്രാക്കിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന രീതിയിലുള്ള കുറച്ച് വെറൈറ്റി ഒക്കെ പിടിച്ചിട്ടുള്ള, മോൺസ്റ്റേഴ്സിനെ തന്നെ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. സോ ആ ഒരു സീരീസിന്റെ സീസൺ 2 വരുമ്പോൾ എക്സാക്ട്ലി സ്പീക്കിംഗ് ഒരു മോൺസ്റ്റേഴ്സ് പടം വരുന്നതിനേക്കാൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് അതുപോലെ തന്നെ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ നിലനിർത്താൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നിരിക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോൺസ്റ്റേഴ്സിന്റെ ബാനറിൽ വരുന്ന ഒരു സീരീസ് ആണ്. എന്നാൽ കൂടി ഈ ഒരു സീരീസ് കാണാനിരിക്കേണ്ടവർ ഏതൊരു രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യം സീസൺ 2 ആണ്. സീസൺ 1 കാണാതെ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സീസൺ 2 കണ്ടിട്ട് യാതൊരുവിധ പരിപാടി നടക്കത്തില്ല. സോ സീസൺ 1ന്റെ അവസാനം അത് എവിടെ കൊണ്ടാണ് നിർത്തിയേക്കുന്നത്, റൈറ്റ് അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു സീസൺ 2. സോ സീസൺ 1 കണ്ടിട്ടേ നമുക്ക് സീസൺ 2 എത്താനായിട്ട് പറ്റത്തുള്ളൂ. സോ സാധാരണഗതിയിൽ ഈ ഒരു വലിയ മോൺസ്റ്റേഴ്സിന്റെ ജൈജാന്റിക് ഭീമാകാരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളെ മെയിൻ ഫോക്കസ് വെച്ചുകൊണ്ടിരിക്കുന്ന മോൺസ്റ്റേഴ്സ് പടങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ചുകൊണ്ട് ഈ ഒരു മോൺസ്റ്റേഴ്സിനെ ഹ്യൂമൻസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കൊണ്ട് ഈ ഒരു ഹ്യൂമൻസിന്റെ ആ ഒരു നോട്ടത്തിൽ എങ്ങനെയാണ് ഈ ഒരു മോൺസ്റ്റേഴ്സ് എന്നുള്ള ഒരു പരിപാടികളും അതേ ഹ്യൂമൻസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു മൊത്തം മോൺസ്റ്റേഴ്സിന്റെ ആ ഒരു ലോർ എക്സ്പാൻഷനുമാണ് മെയിൻ ആയിട്ട് അവർ ഈ ഒരു സീരീസിലൂടെ മെയിൻ ഫോക്കസ് വെക്കുന്നത്. ആ ഒരു പരിപാടി സീസൺ 2 വരുമ്പോഴും ഒരു പരിധി വരെ മാന്യമായിട്ട് നടന്നിട്ടുണ്ട്. സീരീസിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 എപ്പിസോഡുകളാണെന്ന് ഞാൻ അടിച്ചു പറയും. കാരണം സീസൺ 1 കണ്ടിട്ട് ഇനി സീസൺ 2 കാണണോ വേണ്ടയോ എന്നുള്ള ഒരു മിഡ് ഒപ്പീനിയനിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതിന്റെ ആദ്യത്തെ 2 എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾ ഹുക്കാവും. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഫസ്റ്റത്തെ 2 എപ്പിസോഡുകൾ എടുത്തിരിക്കുന്നത്. ഇപ്പറയുന്ന ഞാൻ തന്നെ മൊത്തം സീരീസ് ഇറങ്ങി കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോൾ ഈ ഒരു ആദ്യത്തെ 2 എപ്പിസോഡുകൾ കണ്ടിട്ട് പീക്ക് അടിച്ചിട്ട് അതിനെക്കുറിച്ച് തന്നെ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ വരെ ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ അത്ര കണ്ട് അടിപൊളിയായിരുന്നു സീരീസിന്റെ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് സീസണിന്റെ എൻഡിങ് എവിടെയായിരുന്നു, കൃത്യം അവിടെ നിന്ന് തന്നെ പുതിയൊരു വില്ലനെ പിക്കപ്പ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ലൈൻ ബിൽഡ് ആവുന്ന രീതി എന്ന് പറയുന്നത് കിടിലമായിരുന്നു. അതിന്റെ കൂടെ കോങ്ങിന്റെ ആ ഒരു ക്യാരക്ടറിനെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത വിധവും തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് തന്നെയാണ്. മെയിനായിട്ട് മോൺസ്റ്റേഴ്സ് പടം എന്ന് പറയുമ്പോൾ എല്ലാവരും മെയിനായിട്ട് ഈ ഒരു മോൺസ്റ്റേഴ്സിനെ കാണണം എന്നുള്ളൊരു പരിപാടിയിലാണ് വരുന്നത്. എന്നാൽ പോലും അതേ മോൺസ്റ്റേഴ്സിൽ നിൽക്കുന്ന ഹ്യൂമൻസിന്റെ ആ ഒരു ഇമോഷണൽ സൈഡ് കൂടെ കാണിക്കുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നത് കുറച്ച് പണിയാണ്. കാര്യം ഈ ഒരു മോൺസ്റ്റേഴ്സിന്റെ കഥ അറിയാനാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ അത്തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഹ്യൂമൻസിന്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ സ്വിച്ച് ആവും. അവിടെയാണ് മൊണാർക്ക് വ്യത്യസ്തമാവുന്നത്. അതായത് ഈ ഹ്യൂമൻസിന്റെ സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഇമോഷണൽ ആർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു മോൺസ്റ്റേഴ്സിന്റെ സ്റ്റോറിയുമായിട്ട് കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതും നമുക്ക് വേറെ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇതറിഞ്ഞാലേ അതും കൂടെ അറിയൂ എന്നുള്ളൊരു രീതിക്ക് നല്ല രീതിക്ക് അത് പോകുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുള്ള മോൺസ്റ്റേഴ്സ് പടങ്ങൾ മൊത്തം എടുത്തു നോക്കിയാലും അതിൽ എത്ര ക്യാരക്ടേഴ്സിന്റെ ഹ്യൂമൻ ക്യാരക്ടേഴ്സിന്റെ പേര് നിങ്ങളുടെ മൈൻഡിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഈ ഒരു മൊണാർക്കിന്റെ 2 സീസണുകളും കണ്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിന്റെ നെയിം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അത്ര കണ്ട ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്കും ഒരു കണക്ഷൻ കിട്ടുന്ന രീതിയിലാണ് സ്റ്റോറി ലൈൻ ബിൽഡപ്പ് ആവുന്നത്. സോ ദ ക്യാരക്ടേഴ്സ് ആർ ദ മേജർ പോസിറ്റീവ്. അവിടെ നിന്ന് സീരീസിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ പറ്റി പറയാതിരിക്കാനേ പറ്റത്തില്ല. അത്രമാത്രം പണം വീശി എറിഞ്ഞിട്ടുണ്ട് സീരീസിലേക്ക്. കാര്യം സീരീസാണ്. സിനിമകളുടെ അത്ര ഒരു റീച്ച് സീരീസിനെ സംബന്ധിച്ച് കിട്ടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് എവിടെയും ഒരു ഉഴപ്പില്ല. സിനിമയേക്കാൾ മേലെയാണ് ചില സ്ഥലത്തൊക്കെ CJ പണി വെച്ചേക്കുന്നത്. അത്ര കണ്ട് കിടിലമായിട്ട് ആ ഒരു മോൺസ്റ്റേഴ്സിന്റെ ഫൈറ്റ് സീക്വൻസ് ആയാലും അവരുടെ അപ്പിയറൻസ് ആയാലും ആ ഒരു ടെററിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. മോൺസ്റ്റേഴ്സിന്റെ അപ്പിയറൻസിന്റെ കാര്യം പറയുമ്പോഴാണ് മോൺസ്റ്റേഴ്സിന്റെ ഫൈറ്റിനെ കുറിച്ച് പറയേണ്ടത്. 2-3 സ്ഥലത്തേ ഉള്ളൂ, കുറേ ഒന്നുമില്ല. ബട്ട് ആ ഫൈറ്റ് സീക്വൻസ് എടുത്തു വെച്ചിരിക്കുന്ന രീതിയും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. മൊത്തത്തിൽ നമ്മൾ മോൺസ്റ്റേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ മോൺസ്റ്റേഴ്സിന്റെ ഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു കൊറിയോഗ്രാഫി രീതിയിലാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആറ്റോമിക് ബ്രത്ത് വിടാൻ വേണ്ടിയിട്ട് ഗോഡ്സില്ല വാ പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കോടാലി കുത്തി കയറ്റുന്ന കോങ്, സമ്മർ സ്ലോട്ട് അടിക്കുന്ന ഗോഡ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഫൈറ്റിനും എന്താ പറയുക, ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി അവർ കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ഈ സീരീസിലോട്ട് വരുമ്പോൾ 2 മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ 2 വൈൽഡ് ആനിമൽസ് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുക അന്ത രീതിക്കാണ് ഇതിലെ ഫൈറ്റ് സീക്വൻസ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ അടിയാണ്. ഒരു പ്ലാനിങ്ങോ പരിപാടിയോ ഒന്നുമില്ല. കിട്ടണ സ്ഥലത്തൊക്കെ കിട്ടണ ഗ്യാപ്പിലൊക്കെ കീറി അടിക്കുന്ന രീതിയിലാണ് ഇതിലെ ഫൈറ്റ് സീക്വൻസ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ 2 മോൺസ്റ്റേഴ്സിന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒരു ഹ്യൂമൻസിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് കാണിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള മോൺസ്റ്റേഴ്സ് പടങ്ങളിൽ അത്ര കണ്ട് ഇതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സീക്വൻസ് വേറെ ഇല്ലെന്ന് തോന്നുന്നു. അതൊക്കെ കിടിലമായിരുന്നു എടുത്തു വെച്ചേക്കുന്നത്. മോറോവർ ഗോഡ്സില്ലയുടെ ആയാലും കോങ്ങിന്റെ ആയാലും ആ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈറ്റൻ എക്സ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ആയാലും മൊത്തത്തിൽ ആ ഒരു ജൈജാന്റിക് ബൾക്ക് ഫീല് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്നതിനേക്കാളും ഈ 1.5 ഇഞ്ച് ഫോണിൽ കാണുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു രീതിക്ക് ആ ഒരു മൊത്തത്തിൽ സിനിമാറ്റോഗ്രാഫിയും എല്ലാം പീക്കായിരുന്നു. സോ സിനിമകളിൽ മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കളർ വാരി പൊത്തി ഒരുമാതിരി കുട്ടിക്കളി വൈബിലോട്ട് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സമയത്തും ആ ഒരു മോൺസ്റ്റേഴ്സ് അവർ അർഹിക്കുന്ന ടെററിൽ ഈ ഒരു മൊണാർക്ക് സീരീസ്
സീരീസ് ഇപ്പോൾ സീസൺ 2-ലും അതേ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ സീരീസിന്റെ നെഗറ്റീവ് സൈഡിലോട്ട് വരികയാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് കുറച്ചധികം നെഗറ്റീവ് ഉണ്ട് സീരീസിന്. ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻസിന്റെ ഇമോഷനിലൂടെ ഈ ഒരു മോൺസ്റ്റേഴ്സിന്റെ കഥ പറയുന്നത് തികച്ചും നല്ലൊരു പരിപാടിയാണ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ബട്ട് അതിന്റെ കൂടെ ചേർത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു മോൺസ്റ്റേഴ്സിന്റെ കഥയുമായിട്ട് ഈ ഒരു കണക്ഷൻ വേണമെന്നുള്ളൊരു കാര്യം. ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ അവരത് കിഡിലുമായിട്ട് പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷനിൽ പുള്ളിക്കാരി എടുക്കുന്ന ഒരു തീരുമാനം ആ ഒരു മോൺസ്റ്റേഴ്സിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിളിനെ തന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ബ്യൂട്ടിഫുൾ കണക്ഷൻ ആദ്യത്തെ 2 എപ്പിസോഡുകളിലൂടെ തന്നെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്തടുത്ത എപ്പിസോഡിൽ അവർ തന്നെ ഈ ഒരു പരിപാടി മറന്നുപോയെന്ന് തോന്നുന്നു. അതായത് ആ ഒരു മോൺസ്റ്റേഴ്സിൻ്റെ കണക്ഷൻ പരിപാടികളൊക്കെ വിട്ടിട്ട് ഇവരുടെ ഇടയിലുള്ള അവിഹിത കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിഹിതത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ചില സീക്വൻസുകളൊക്കെ ഉണ്ട്. ഒരു എപ്പിസോഡ് തന്നെ അതിന് വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചധികം ബോറിംഗ് ആയിരുന്നു. ഇവൾക്ക് അവനെ ഇഷ്ടമാണ്, അവൾക്ക് ഇവനെ ഇഷ്ടമാണ്, മറ്റവന് മറ്റോളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് മോൺസ്റ്റേഴ്സ് കാണാനിരിക്കുന്നവരുടെ മുമ്പിൽ 90s ബോളിവുഡ് പടം ഇട്ട അവസ്ഥയിലാണ് ചില എപ്പിസോഡുകളൊക്കെ പോകുന്നത്. അതൊക്കെ വൻ ശോകമായിരുന്നു. അതൊരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്ലോട്ടിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓക്കെ, ബട്ട് അതിൽ പ്ലോട്ടിൽ കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ബട്ട് എനിക്കത് അത്ര കണ്ടെങ്കിൽ കൺവിൻസിങ് ആയില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റം ഐറ്റത്തിന് അവർ ഇറക്കി വിടുന്നുണ്ട്. ആദ്യം ഒരു വില്ലൻ മോഡിലേക്കാണ് ഇറക്കി വിടുന്നത്. ആ ഒരു എൻട്രി സീക്വൻസ് ഒക്കെ കിടിലുമായിരുന്നു. പക്ഷെ പോകെ പോകെ ഇപ്പം ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ടും ആ ഒരു ടൈറ്റൻ എക്സിനെ പറ്റി കാര്യമായിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആ ഒരു ടൈറ്റൻ എക്സിന്റെ മെയിൻ ആയിട്ടുള്ള കുറേ പരിപാടികളൊന്നും ഇപ്പോഴും കൃത്യമായിട്ട് ഡെലിവർ ചെയ്തിട്ടില്ല. കാണുന്നവർക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈറ്റൻ എക്സിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് എന്താണെന്ന് പറഞ്ഞു തരണ്ടേ. ബട്ട് ഇപ്പോൾ സീരീസ് കഴിഞ്ഞപ്പോഴും കുറേ മിസ്റ്ററീസ് ഇപ്പോഴും ആ ഒരു ടൈറ്റൻ എക്സിന്റെ ഭാഗത്ത് അൺലോക്ക് ആവാതെ നിൽക്കുവാണ്. അതിനോട് ചേർത്ത് തന്നെ ഇതിന്റെ അടുത്ത നെഗറ്റീവിലോട്ട് വരാം 10 എപ്പിസോഡ്. എന്തിനാണ് ഈ സീരീസിന് 10 എപ്പിസോഡ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഒരു 8 എപ്പിസോഡ് അല്ലെങ്കിൽ 7 എപ്പിസോഡിൽ തീർക്കാവുന്ന പ്ലോട്ട് ആയത് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അനാവശ്യമായിട്ട് ഇവർ കാണിച്ചിട്ടുള്ള ആ ഒരു ഹ്യൂമൻസിന്റെ സീക്വൻസുകളൊക്കെ വെട്ടി മാറ്റിയിട്ട് ഈ ഒരു ടൈറ്റൻ എക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈറ്റൻ എക്സിന്റെ ഇപ്പോഴും അൺലോക്ക് ആവാതിരിക്കുന്ന മിസ്റ്ററീസിനെ പറ്റി 2 വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരു ആവശ്യമില്ലാതെ 30 മിനിറ്റിന്റെ ഒക്കെ ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അത് വെറും ശോകമായിരുന്നു. അതും കഴിഞ്ഞ് ഗോഡ്സില്ല ഫാൻസിനായിരിക്കും പിന്നെ ഒരു മെയിൻ നെഗറ്റീവ് തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. ഫസ്റ്റ് സീസണിൽ മെയിനായിട്ട് ഗോഡ്സില്ല ആയിരുന്നു മെയിൻ ഫോക്കസ് വന്നിട്ടുണ്ടായിരുന്നത്. ഗോഡ്സില്ല കിഡിലുമായിട്ട് ആ ഒരു സീസണുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ സീസണിലും ഗോഡ്സില്ല വരുന്നുണ്ട്. പക്ഷെ ഒരുമാതിരി വിളിച്ചുണർത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്ന കൂട്ടായിരുന്നു ഇതിൽ ഗോഡ്സില്ലയുടെ ആ ഒരു ക്യാമിയോ അപ്പിയറൻസ്. ഞാൻ പറഞ്ഞത് ആ ഒരു സീസൺ കണ്ടവർക്ക് കൃത്യമായിട്ട് കലങ്ങാൻ ചാൻസ് ഉണ്ട്. സീരീസിന്റെ ട്രെയിലറിലും മറ്റ് മാർക്കറ്റിംഗ് പരിപാടികളിലെല്ലാം അവർ മെയിനായിട്ട് ഗോഡ്സില്ലയും കോങ്ങിനെയും കാണിച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്ത് വിട്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ഗോഡ്സില്ലയെ കാണിച്ചു വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഗോഡ്സില്ലയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന എന്തെങ്കിലും ഒരു സീക്വൻസ് എഴുതണ്ടേ. കോങ്ങിനെ ഒരു പരിധിവരെ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഗോഡ്സില്ല ഇതിൽ വെറുതെ ആയി. ഇനിയിപ്പോൾ മോൺസ്റ്റേഴ്സിന്റെ സൂപ്പർനോവ പടത്തിൽ ഗോഡ്സില്ലയെ ബേസ് ചെയ്തിട്ടാണ് അവർ കഥ എഴുതുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കാണുമ്പോൾ അറിയാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റ് 2 പീക്ക് എപ്പിസോഡുകൾക്ക് ശേഷം ആ ഒരു കാലിബറിൽ പിടിക്കാൻ പറ്റാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ എപ്പിസോഡുകൾക്ക് ശേഷം വീണ്ടും ആ ഫിനാലെ എപ്പിസോഡിലോട്ട് എത്തുമ്പോൾ വീണ്ടും പഴയ ട്രാക്കിൽ കയറുന്ന രീതിക്കാണ് മൊണാർക്കിന്റെ സീസൺ 2 പേഴ്സണലി എനിക്ക് ഫീൽ ആയത്. ആൻഡ് സീസൺ 3 അവർ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടൈലന്റും പരിപാടികൾ നൈസ് ആയിരുന്നു. സീസൺ 3 എങ്കിലും ഈ ഒരു പരിപാടികളൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് അവർ ഇറക്കുമെന്ന് വിചാരിക്കാം. മോശം സീസൺ ആയി നല്ല പറഞ്ഞു വരുന്നത്. ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. നല്ല രീതിക്കുള്ള ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ടൈറ്റൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഡീൽ ചെയ്യാൻ ആ ഒരു റൈറ്റേഴ്സ് തന്നെ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലായിരുന്നെന്ന് തോന്നുന്നു. ഈ ഒരു ക്യാരക്ടറിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കണോ പോസിറ്റീവ് ഇമ്പാക്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഒരു ആന്റി ഹീറോ മോഡി കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടർ ആ ഒരു ടൈറ്റൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈറ്റൻ തന്നെ ഒരു മൊത്തത്തിൽ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലായിരുന്നു സീരീസിൽ ഉടനീളം ട്രാവൽ ചെയ്തത്. അതിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഇല്ലെന്നുള്ളൊരു രീതിക്ക്. സോ ആ ഒരു കൺഫ്യൂസിങ് കാണുന്ന നമുക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പരമമായ സത്യം. സോ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സീരീസിനെ പറ്റി തോന്നിയിട്ടുള്ളൊരു കാര്യങ്ങൾ. ഏതൊരു രീതിക്കാണ് നിങ്ങൾക്കിത് എഫക്ട് ആയത്, നിങ്ങൾ സീരീസ് കണ്ടവരാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മോൺസ്റ്റേഴ്സിന്റെ ഒരു ഭാവിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.